നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാരുമായിട്ട് പറന്നുയർന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനം പുറപ്പെട്ട 2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് ഇറക്കേണ്ടി വന്നു. ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ഇത്തരത്തിൽ 2 മണിക്കൂർ പറക്കലിന് ശേഷം തിരിച്ചിറക്കേണ്ടി വന്നത്. സാങ്കേതിക തകരാറാണ് വിമാനം തിരിച്ചിറക്കാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ട്. ബാംഗ്ലൂരുവിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നതും അതിനെ തുടർന്ന് വിമാനം അവിടെ ബാംഗ്ലൂരുവിൽ തിരിച്ചിറക്കിയതും. വെള്ളിയാഴ്ചയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്നാണ് വിവരം. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഭവം. BA-118 വിമാനം വെള്ളിയാഴ്ച രാവിലെ 7:40 ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. എന്നാൽ അബുദാബി വ്യോമപാതയ്ക്ക് സമീപത്ത് വെച്ച് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടാകുകയും സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിമാനം തിരികെ ബാംഗ്ലൂരു എയർപോർട്ടിൽ ഇറക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ തകരാറ് എന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ബോയിങ് 772 വിമാനം രാവിലെ 6:45 പുറപ്പെടേണ്ടിയിരുന്നതാണ്. എന്നാൽ 1 മണിക്കൂർ വൈകിയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിമാനം പുറപ്പെട്ടത് എന്നാണ് വിവരം. അബുദാബിക്ക് സമീപത്ത് എത്തിയതിന് പിന്നാലെയാണ് വിമാനം തിരികെ പറന്നത്. പിന്നീട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ലണ്ടനിലേക്ക് ഹീത്രൂ വിമാനത്താവളത്തിലേക്ക് യാത്രക്കാരുമായിട്ട് വിമാനം പുറപ്പെട്ടു എന്നാണ് വിവരം. അതേസമയം കഴിഞ്ഞ ദിവസം കനത്ത ആലിപ്പഴ വർഷത്തെ തുടർന്ന് ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ 2142 വിമാനം വലിയ ഭീതിയിലൂടെ കടന്നുപോയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപകട സാധ്യത അറിയിച്ചിട്ടും വിമാനത്തോട് കരുണ കാണിക്കാത്ത പാക് നടപടി വിമാനത്തിലുള്ള 277ഓളം ആളുകളുടെ ജീവന് വലിയ ഭീഷണിയായി മാറിയ ഒരു സാഹചര്യമായിരുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാൻ കാരണം ആലിപ്പഴ വർഷത്തെ തുടർന്ന് ആടിയുലഞ്ഞ വിമാനത്തിന് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരുന്നത്. ഇതുമൂലം 227 യാത്രക്കാരുടെ ജീവനായിരുന്നു അപകടത്തിലായത്. തുടർന്ന് ആകാശച്ചുഴിയിൽപ്പെട്ട ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ 6E-2142 വിമാനത്തിന് ഇന്ത്യൻ വ്യോമസേനയാണ് ലാൻഡ് ചെയ്യാനുള്ള സഹായമൊക്കെ ഒരുക്കി നൽകിയത്. എന്തായാലും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനയാത്രയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ അടുത്തടുത്ത ദിവസങ്ങളിലായി പല വിമാനങ്ങൾക്കും യാത്രയിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് യാത്രകൾ സുഗമമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിമാന കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കേരളത്തിലൊക്കെ നോക്കുമ്പോൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് അല്ലെങ്കിൽ പതിവിൽ നിന്ന് നേരത്തെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മൺസൂൺ കാലവർഷം എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും കാലാവസ്ഥാ മുന്നറിയിപ്പും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം എത്തിയെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. 16 വർഷത്തിന് ശേഷം ഇത്രയും നേരത്തെ കാലവർഷം എത്തിയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. 2009 മെയ് 23 കാലവർഷം ഇത്തരം നേരത്തിലെത്തിയിരുന്നത്. സാധാരണ ജൂൺ 1 കാലവർഷം എത്താറുള്ളത്. 2022 മെയ് 29 കാലവർഷം എത്തി. ഇന്ന് എല്ലാ ജില്ലകളിലും വ്യാപകമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും ഒക്കെ സാധ്യതയുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 26 റെഡ് അലേർട്ട് ആയിരിക്കുമെന്നതൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് നിരവധി റിപ്പോർട്ടുകളാണ് വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഓരോ സർവീസുകളും കൂടുതൽ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കമ്പനികളുടെ വിശദീകരണം. എന്തായാലും നിലവിൽ പല വിമാന കമ്പനികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.